ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയവരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇന്ന് സെപ്റ്റംബർ 2 നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി ആണ്. നിഫ്റ്റി വ്യാഴാഴ്ചയിൽ നിന്ന് ചൊവ്വാഴ്ചയ്ക്ക് വന്നിട്ടുള്ള ഫസ്റ്റത്തെ എക്സ്പയറിയും കൂടിയാണ്. നമുക്കിനി വ്യാഴാഴ്ച വരുന്നത് സെൻസസ് എക്സ്പയറി ആണ്. അപ്പോൾ ഫസ്റ്റ് എക്സ്പയറി ഡേ ആണ് ചേഞ്ച് ആയ ശേഷം. ഇന്ന് നിഫ്റ്റി അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും 2-ാം തീയതിയാണ് ഡേറ്റ്. അതിനുശേഷം നിഫ്റ്റി ഒരു സെൻറ്റിമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ സിയിലേക്ക് ഒരു പുഷ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നല്ലൊരു കൺസോൾട്ടേഷൻ കഴിഞ്ഞ് കണ്ടിന്യൂ ആവുക ചെയ്തത്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഒരിക്കലും നമുക്കിങ്ങനെ നിൽക്കണ നേരത്ത് ഇത് സിയിലേക്ക് പോവും പിയിലേക്ക് പോകുമെന്ന് ഒരു മനുഷ്യനോണ്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? പ്രഡിക്ഷൻ ഈ ഒരു സെറ്റപ്പിൽ നടക്കില്ല. ഈ ഒരു ട്രേഡിങ്ങിനുള്ളിൽ പ്രഡിക്റ്റ് ചെയ്ത് ട്രേഡ് എടുക്കാനുള്ള പരിപാടി നടക്കില്ല. ഞാൻ ഈ സ്പോട്ടിൽ കാണിക്കണ ഈ ലൈൻസൊക്കെയും ഞാൻ ഓൾറെഡി ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവരുന്ന ലൈൻസാണ്. ഒരിക്കലും ഞാൻ ഇന്നലെ വരച്ചതൊന്നല്ല. അപ്പോൾ അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. നിങ്ങൾ ഈ ലൈൻസ് ഞാൻ എല്ലാ ദിവസവും വരയ്ക്കണതല്ല. പക്ഷേ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഇത് നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അവിടെ വന്നു അത്യാവശ്യം റെസ്പെക്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അവിടെ ഞാൻ എൻ്റെ ആ ലൈൻസ് ഇപ്പോൾ ഞാൻ വരച്ച സപ്പോർട്ട് അടിപൊളിയാണെന്നല്ല പറയണത്. ബേസിക്കലി നമുക്കത് അവിടെ വരെ എത്താം ഇവിടെ വരെ എത്താമെന്ന് പറയാനേ പറ്റുള്ളൂ. ബേസിക്കലി അത് എത്തുള്ളൂ. നമുക്കൊരിക്കലും കാണുമ്പോൾ ചാടി കയറുള്ള ഒരു വിദ്യയൊന്നും ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ ഉള്ളിലില്ല. ട്രേഡിങ് നടക്കുന്നത് സ്ട്രൈക്ക് ചാർട്ടിലാണ്. എക്സാക്റ്റ് ഒരു പ്രൈസിലാണ് ട്രേഡ് നടക്കുക എന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കുക. ഇതൊരു നമ്മളൊരു സാധനം മേടിക്കുന്ന പോലെ തന്നെയാണ്. ബേസിക് നോളജാണ് കേട്ടോ. നല്ല അറിയാവുന്നവരുണ്ടായിരിക്കുക, നല്ല അറിയാത്തവരുണ്ടായിരിക്കുക. അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നത് മാത്രം. ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡാണ്, ഒരു വ്യാപാരമാണ് നടക്കുന്നത്. അവിടെ നിന്ന് വേണ്ടെന്ന് കിട്ടുക. നിങ്ങളൊരു സാധനം വിൽക്കണ നേരത്ത് അതിൻ്റെ വിലയാണ് അവിടെ ചോദ്യം. എത്ര രൂപയ്ക്കാണ് സാധനം കൊടുക്കണത് എന്നാണ് ചോദ്യം. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ പ്രൈസ് എന്നുള്ള ലെവലിലേക്ക് വരിക. കുറേ ആൾക്കാർക്ക് അത്യാവശ്യം അങ്ങനെ ഒരു ലെവലിലേക്ക് വന്ന് തീരാവുന്ന കുറേ പ്രശ്നങ്ങളുള്ളൂ. പ്രോഫിറ്റിക്ക് വരാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനൊരു വേറെ രീതിയിലൊക്കെ എടുക്കാൻ പറ്റും. ട്രേഡിങ്ങിന് സ്പോട്ട് നോക്കി ചെയ്യുമ്പോൾ ഇതിലൊരു വിലയല്ല, ഇതൊരു ഇൻഡെക്സാണ്. നിഫ്റ്റി സ്പോട്ട് എന്ന് പറഞ്ഞൊരു ഇൻഡെക്സാണ്. അവിടെ നിഫ്റ്റിയുടെ ലെവൽസാണ്. നിഫ്റ്റി ഇത്ര കാലം കൊണ്ട് ഇത്ര പെർഫോം ചെയ്തു എന്ന് മാത്രമാണ്, ഒരു കാലയളവാണ് അത്. അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വിലകൾ അവിടെ വരുന്നുണ്ട്, അവിടെയാണ് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുക. അപ്പോൾ പ്രൈസിലാണ് ട്രേഡ് എടുക്കാൻ പറ്റുക. ജസ്റ്റ് പറഞ്ഞു പോകണമെന്ന് മാത്രം, ഫസ്റ്റ് ഇൻട്രൊഡക്ഷനായിട്ട് അത് പറയാമെന്ന് വെച്ചു. ക്രൂഡ് ഓയിൽ കൊടുത്തിട്ടില്ല കേട്ടോ. 112+ ഒക്കെ ഉണ്ട്, കൊടുത്തിട്ടില്ല. നമുക്ക് നിഫ്റ്റിയുടെ അത്യാവശ്യം നല്ല ട്രേഡ് വന്നിട്ടുണ്ട്. ക്രൂഡ് ഓയിലേക്ക് ഞാൻ രാവിലെ പോയില്ലെന്ന് മാത്രമേ ഉള്ളൂ, വൈകിട്ട് കൊടുക്കാം. ഇത് 24,600 PE ആണ്. നമുക്കിന്ന് സൈഡിക്കാണ് ഫസ്റ്റ് ഫുൾ ടാർഗറ്റ് വന്നത്. സൈഡ് നമുക്ക് പറഞ്ഞു പോകാമെന്ന് മാത്രം. ഇത് ഓൾറെഡി 44,90 എന്ന് പറഞ്ഞ പ്രൈസൊക്കെ രാവിലെ കൊടുത്തതാണ്. 44,90, 56, 75 ഇതൊക്കെ രാവിലെ കൊടുത്ത ലെവൽസാണ്. ഇവിടെയാണ് ആക്റ്റീവ് ആവുന്നത്. ഈ റെഡ് ക്യാൻഡലിലാണ് ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ 44-ന് 55 ആക്റ്റീവ് ആണ്. 10 പോയിന്റ് വ്യത്യാസം. നമുക്ക് എടുക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക സംഭവം ലിമിറ്റിലേക്ക് വരാൻ. അത് 5 മിനിറ്റിൽ വരണം. വരുമ്പോൾ ഇത് 5ാമത്തെ മിനിറ്റിലാണ് ലിമിറ്റിലോ എന്നാണ്. നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് എടുക്കാം. ഇപ്പോൾ 44-ന് 64 വരെ പോയിട്ടുണ്ട്. 1:2 ഒക്കെ ഉണ്ട്. അപ്പോൾ അത്ര ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. അതങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയി നോക്കാം. ഞാൻ ഇന്നത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇത് സെൻസസ് ആണ്. 80,300 PE. ഇതങ്ങനെയാണ്. രാവിലെ ഒരു 8 മണി 8:30 കൊടുത്ത ലെവലാണ്. അത് ആക്റ്റീവ് ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിയോട് അടുപ്പിച്ചാണ്. 261, 366 എക്സാക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് റിജക്ഷൻ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. കറക്റ്റ് 366 റിജക്ഷനാണ്. അപ്പോൾ അത് നിങ്ങൾക്കും പഠിക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഈസിയായിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളുള്ളൂ. വലിയ ആനത്തിലെ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ചെയ്യാൻ, ഇത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവർക്കും ചെയ്യാനുള്ളത്. സംഭവം എനിക്ക് പറഞ്ഞാൽ ഈസിയായിട്ട് പറ്റും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരണം. ആ ഒരു ടൈമാണ് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ. പിന്നെ നമുക്ക് രാവിലെ ഉണ്ടായിരുന്ന ട്രേഡ് ഈ 3 ഈ 3 കാര്യം പറയാം കേട്ടോ. കാരണം ഫുൾ ടാർഗറ്റാണ്, നമുക്ക് അവിടെ കാണാൻ പറ്റും. 50 പോയിൻ്റാണ്. ഫസ്റ്റ് ട്രേഡ് നമുക്ക് SL ആണ്. ഞാൻ SL തന്നെയാണ് പറഞ്ഞത് ഗ്രൂപ്പിൽ. അതിലൊരു വ്യത്യാസമില്ല. 10 പോയിന്റ് പോയി കഴിഞ്ഞാൽ SL തന്നെയാണ്. അപ്പോൾ തന്നെ ഞാൻ കൊണ്ടായിരുന്നു റീ എൻട്രി. ഈ SL വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ട്രേഡ് എടുക്കുന്നത് നേരം ഇപ്പോൾ ട്രേഡ് പിക്ക് ചെയ്ത ശേഷം പിന്നെ വേറെ വർത്താനില്ല. നമ്മൾ ട്രേഡിലേക്ക് ഇറങ്ങി എൻ്റെ കണ്ടീഷൻ വെച്ച് നിങ്ങൾ എന്നെ വിശ്വസിച്ചിട്ടാവും നിങ്ങൾ ട്രേഡ് എടുക്കണ്ടാവുക. അപ്പോൾ നിങ്ങളവിടെ ഒരു ട്രേഡ് എടുത്ത ശേഷം പിന്നെ അവിടെ വർത്താനില്ല. മനസ്സിലായില്ലേ? നിങ്ങളവിടെ 10 മിനിറ്റ് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ കൺസെപ്റ്റ്.
അത് 4 മിനിറ്റ് കൊണ്ട് SL അടിച്ചിട്ടുണ്ട്. അപ്പോൾ SL അടിക്കുമ്പോൾ മാത്രം ഒരു പേടി തോന്നണേൽ എനിക്ക് അർത്ഥങ്ങൾ തോന്നണില്ലേ, സീരിയസ് ആയിട്ട് പറയണം. നിങ്ങൾക്ക് SL അടിക്കണമെങ്കിൽ കുഴപ്പമില്ല, അത് റിക്കവറാക്കി തരാൻ എനിക്ക് ബാധ്യസ്ഥനാണ്, അത് ഞാൻ ചെയ്യും, മനസ്സിലായില്ലേ. പക്ഷേ അവിടെ നിങ്ങൾ ഇമോഷണലായിട്ട് കാര്യമില്ല. സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ 10 പോയിൻ്റ് പോണു, ഞാൻ 20 പോയിൻ്റ് എടുത്ത് തരും. അതാണ് എനിക്ക് തരാൻ പറ്റുന്ന ഒരു കാര്യം, മനസ്സിലായാലേ. നിങ്ങൾ അത് മനസ്സിലാക്കുക പറ്റുന്നവരുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ റീ എൻട്രി ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു, റീ എൻട്രി ആണ് 55 റീ എൻട്രി ഉണ്ട് എന്നാണ് പറഞ്ഞത്. എക്സാക്ട്ലി അതവിടെ പോയിട്ടുണ്ട്. റീ എൻട്രി ഞാൻ ആക്റ്റീവ് പറഞ്ഞിട്ടുമുണ്ട്, അല്ലാതെ പറഞ്ഞിട്ടുണ്ട്. അത് 50 പോയിൻ്റ് പോയിട്ടുള്ളതാണ്. 10 മിനിറ്റ് എണ്ണുകയാണെങ്കിൽ തന്നെ 67 നിൽക്കുക, മനസ്സിലായില്ലേ. ഈ 9:47 ക്യാൻഡിലാണ് 67 രൂപയിലാണ് നിൽക്കുക. അപ്പോൾ എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് 10-12 പോയിൻ്റ് പ്രോഫിറ്റിലാണ് 10 മിനിറ്റിന് ശേഷം നമ്മൾ ഉണ്ടാവുക. അതിന് ശേഷം നമ്മളോട് വിൽക്കാൻ ഞാൻ പറയണില്ല, അവിടെ കോസ്റ്റ് ഇട്ടാലും മതി. ഈ ട്രേഡ് കോസ്റ്റ് ഇട്ടാൽ വരെ സംഭവം ഫുൾ ടാർഗറ്റാണ്. ഇനി അടുത്ത ട്രേഡ് ഉണ്ടായിരുന്നത് 85 85 എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെവലിൽ വന്നിട്ടില്ല. ആ ട്രേഡ് ആക്റ്റീവാണ്, 85 ട്രേഡ് ആക്റ്റീവാണ്. 85-90 തന്നെയാണ് കേട്ടോ പ്രൈസ്. അപ്പോൾ അത് ആക്റ്റീവാണ്. പക്ഷെ നമ്മുടെ റേഞ്ചിലേക്ക് വന്നില്ല. നമ്മുടെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85, 86 87 എടുത്താലും പ്രശ്നമില്ല, അതാണ് എൻ്റെ ഒരു ലെവല്. പക്ഷേ അത് 10 പോയിൻ്റ് മുകളിലാണ് നിൽക്കണത്. അതുകൊണ്ട് ചിന്തിക്കാനില്ല, നമുക്കത് വിട്ടിടാണ്ട് വരും. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഈ തിരിച്ചു വന്ന് ഈ ലെവൽസിൽ മുട്ടുമ്പോൾ 55 മുട്ടുന്ന നേരത്ത് ഇങ്ങനെയൊക്കെ എടുക്കാമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വെറും ചിന്ത മാത്രമാണ്, അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് എടുക്കണ്ടെന്നാണ് പറയാറുണ്ടാകും. അതെന്തെടുക്കണ്ടെന്ന് പറയണതിൻ്റെ കാര്യം നിങ്ങൾ ഇവിടെ നോക്കുക. ഞാൻ പറയുന്നത് പിന്നെ ഉണ്ടായ കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഞാൻ ഇങ്ങനെ ഓൾറെഡി എടുത്ത സ്ഥലത്ത് പിന്നെ ബ്ലൈൻഡായിട്ട് തിരിച്ചു വന്ന് മുട്ടണ സമയത്ത് എടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവണ അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ഫോളോ ആവും. നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒരു പ്രോഫിറ്റ് കാണാം, പക്ഷേ അൾട്ടിമേറ്റ്ലി അത് ലോസിലേക്കേ പോകുള്ളൂ. പിന്നെ 80-400 ആണ്. 80-400 ഒരു 200 പോയിൻറ്റിൻ്റെ ട്രേഡാണ്. 200 പോയിൻറ്റിൽ ഒരു 150 പോയിൻറ്റ്. 80-400 ഒരു 150 പോയിൻറ്റിൻ്റെ ട്രേഡാണ്. 1:4 ആണ്, 1:3 ആണ്. 1:3 ആണ് അവിടെ ആക്റ്റീവായി ആണ്. രണ്ടാമത്തെ ട്രേഡ് കൊടുത്തിട്ട് 10 മിനിറ്റിൽ എക്സ്റ്റ് അടിക്കുക, അത്ര ഉള്ള കാര്യം. ഇനി ചിലവർക്ക് ഇപ്പോൾ SL കറക്റ്റ് മുട്ടിയിട്ടുണ്ടാവാം. ഞാൻ ഇത്തിരി കയറ്റിയിട്ടാണ് വെച്ചാണത്, മനസ്സിലായത്. എന്താണെങ്കിലും മുട്ടിയാണെങ്കിൽ അത് SL ആണ്, അത്ര ഉള്ള കാര്യം. അല്ലാത്തവർക്ക് അത് SL അടിക്കേണ്ട കാര്യമില്ല. ഓസ്ട്രേലിയ എന്തായാലും കയ്യിൽ ഈസി ആയിട്ടിരിക്കും. അപ്പോൾ SLൻ്റെ ആവശ്യങ്ങൾ അവിടെ വരുന്നില്ല. പിന്നെ ഇതൊക്കെ എടുത്തവരുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും. ഞാൻ ഓൾറെഡി കൊടുത്തു വെച്ച ലെവൽസാണ്. 24,650 P 24,650 P നമ്മളോട് നോക്കുക. കറക്റ്റ് നിങ്ങൾക്ക് ഒരു 16 രൂപയ്ക്ക് എടുക്കാം. എവിടെ നിന്നാണെങ്കിലും എടുക്കാം. 16-നോ 17-നോ ഒക്കെ എടുക്കാം. വലിയ നഷ്ടങ്ങൾ അവിടെ വരുന്നില്ല. ആകെ 10 പോയിൻ്റ് SL ഉണ്ട്. 750 രൂപയുടെ കാര്യമുള്ളൂ. അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾ നോക്കുക. 16-ന്ന് 130 വരെ പോയിട്ടുണ്ട്. എടുത്തവരുണ്ടെങ്കിൽ നല്ല പ്രോഫിറ്റിൽ ഇരിക്കുക കേട്ടോ. ഈ ലെവൽസൊക്കെ ഈ 13 എന്ന് പറഞ്ഞ ലെവൽസൊക്കെ 14 എന്ന് പറഞ്ഞ ലെവൽസൊക്കെ കൊടുക്കുന്നത് ഒരു രാവിലെ ആയിരിക്കും. ഇത് ആക്റ്റീവ് ആവണത് എന്ന് പറഞ്ഞ ടൈം എന്നൊക്കെ പറഞ്ഞാൽ 1:30 കഴിഞ്ഞ് 1:45 ആകുമ്പോഴാണ് ആക്റ്റീവ് ആണ്. ഞാൻ കൊടുത്ത ടൈം എന്നൊക്കെ പറഞ്ഞാൽ 10 മണി 10:30 ആ ടൈമിനൊക്കെയാണ് കൊടുക്കണത്. പിന്നെ നമുക്കുണ്ടായിരുന്നത് ഞാൻ ആക്റ്റീവ് ആണെന്ന് പറഞ്ഞ സ്ട്രൈക്ക് ഇതാണ്. 24,700 P ആണ്. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. 24,700 Pയിൽ 2 വില കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടായ അതേ സംഭവം തന്നെയാണ്. 12-ന്നാണ്. 12-ന്ന് 180 വരെ പോയിട്ടുണ്ട്. പിന്നെ പറഞ്ഞ 26-ലുണ്ട്. 26-ൽ എടുക്കുകയാണെങ്കിൽ അത് 10 പോയിൻ്റ് സ്വൈപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. SL അടിച്ച് പോയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ട്രേഡ് എടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈസി ആയിട്ടുള്ള നല്ലൊരു പ്രോഫിറ്റിക്ക് പോയിണ്ടാവും. അത്ര ഉള്ള കാര്യം. വൈകിട്ടാകുമ്പോഴേക്കും PECക്ക് നല്ല രീതിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് എല്ലാവർക്കും പ്രോഫിറ്റ് എടുക്കാനുള്ള ഒരു സെറ്റപ്പ് മാർക്കറ്റിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ തന്ന പ്രൈസിലൊക്കെ എല്ലാം നല്ല രീതിക്ക് ആക്റ്റീവായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ലോട്ട് എടുക്കാൻ ആകെ 750 രൂപ വരേണ്ട കാര്യം ഉണ്ടാവുള്ളൂ. 750 അല്ലെങ്കിൽ ഒരു 1000-1200 രൂപയുടെ അടുത്താ വരുള്ളൂ ചിലവ്. അപ്പോൾ അത്രയും സാക്രിഫൈസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ദിവസം തന്നെയായിരുന്നു ടോട്ടൽ പറയാമെന്നുണ്ടെങ്കിൽ കേട്ടോ. 1000 മുടക്കിയിട്ട് അതിൻ്റെ 10 ഇരട്ടി ഉണ്ടാക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. പക്ഷേ നിങ്ങളതെങ്ങനെ എടുക്കണു എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ക്രൂഡോൻ്റെ കാര്യം നേരത്തെ പറഞ്ഞില്ല, അത് ഞാൻ വൈകിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യമാണ് പറയാനുള്ളത്. ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. അപ്പോൾ നാളെ ബുധനാഴ്ചയാണ്. നല്ലൊരു ട്രേഡിംഗ് ഡേ ആവട്ടെ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.